ഡിയർ ചിൽഡ്രൻ, ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെഷൻ്റെ തേർഡ് പാർട്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2016 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓൺ 1st January 2015, സച്ചിൻ സോൾഡ് ഗുഡ്സ് വർത്ത് ₹17,000 ടു മിസ്റ്റർ ആനന്ദ്. 2015 ജനുവരി 1-ാം തീയതി സച്ചിൻ 17,000 രൂപയുടെ സാധനങ്ങൾ ആനന്ദിന് വിറ്റു. Anand paid ₹7,000 immediately, and for the balance, Sachin drew a bill on Anand payable after 3 months, which was duly accepted. ആനന്ദ് 7,000 രൂപ അപ്പോൾ തന്നെ കൊടുക്കുകയും ബാക്കി തുകയ്ക്ക് ബില്ല് ഡ്രോ ചെയ്യുകയും ചെയ്തു. 3 മാസത്തെ കാലാവധിയായിരുന്നു ബില്ലിനുണ്ടായിരുന്നത്. ആ ബില്ല് അക്സെപ്റ്റ് ചെയ്തു. Sachin discounted the bill with the bank for ₹9,500. സച്ചിൻ ആ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് 9,500 രൂപ ക്യാഷ് റിസീവ് ചെയ്യുകയും ചെയ്തു. ഓൺ ദ ഡ്യൂ ഡേറ്റ് ദ ബിൽ വാസ് ഡിസോണേഡ്. ഡ്യൂ ഡേറ്റ് ആയപ്പോൾ ബില്ല് ഡിസോണറായി. പാസ് ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് സച്ചിൻ. സച്ചിൻ്റെ ബുക്കിലെ എൻട്രികൾ എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിക്കുന്ന ടൈമിൽ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. ബില്ല് ഡ്രോ ചെയ്ത ഡേറ്റ് 1/1/2015. ഡ്രോയർ സച്ചിനാണ്, ഡ്രോയി ആനന്ദാണ്. കടത്തിൽ വിറ്റ സാധനങ്ങളുടെ എമൗണ്ട് എന്ന് പറയുന്നത് 17,000 ആണ്. അതിൽ 7,000 രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്പോൾ തന്നെ ക്യാഷ് പേയ്മെൻറ്റ് കൊടുത്തു. ബാക്കി തുകയ്ക്കാണ് ബില്ല് ഡ്യൂ ചെയ്തിട്ടുള്ളൂ. അപ്പം ബാക്കി തുക എന്ന് പറയുമ്പോൾ എത്ര രൂപയുടെയാണ് ഇവിടെ ബില്ല് ഡ്യൂ ചെയ്തിരിക്കുന്നത്? 10,000 അല്ലേ? 7,000 കൊടുത്തു, ബാക്കി 10,000 റുപ്പീസിൻ്റെയാണ് ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ ബില്ല് 3 മന്ത് ആയിരുന്നു കാലാവധി. സച്ചിൻ അത് പക്ഷേ ആ ബില്ല് എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് 9,500 രൂപ കൈപ്പറ്റി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ബിൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,000, ബാങ്കുകാർ കൊടുത്തത് 9,500. അപ്പോൾ 500 ഡിഫറൻസ് വരുന്ന 500 എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് ഡിസ്കൗണ്ട് ഈടാക്കിയതാണ്. ഡ്യൂ ഡേറ്റിൽ ബില്ല് ഡിസോണർ ആകുകയും ചെയ്തു. ഇത്രയുമാണ് ക്വസ്റ്റിനകത്തുള്ള കാര്യം. ഓരോന്നിന് എൻട്രി എഴുതി കൊടുക്കുക. ഫസ്റ്റ് 1/1/15 കടത്തിൽ സാധനങ്ങൾ വിറ്റതിൻ്റെ എൻട്രി എങ്ങനെയാണ്? ഇപ്പോൾ സച്ചിനാണ് ഡ്രോയർ. അപ്പം ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് സച്ചിൻ. ആനന്ദിനാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ ആനന്ദ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് അല്ലേ? 17,000ൻ്റെയാണ് സെയിൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് 17,000. കടത്തിൽ സാധനങ്ങൾ വിറ്റപ്പോൾ ആനന്ദ് എന്ന് പറയുന്ന സൺഡ്രി ഡെറ്റർ, അതായത് അസറ്റാണ്, ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ആനന്ദിനെ ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ആണ്, അതുകൊണ്ട് ഇൻകം ഇൻക്രീസ് ചെയ്തതുകൊണ്ട് സെയിൽസിനെ ക്രെഡിറ്റും ചെയ്തു. ഇനി അപ്പോൾ തന്നെ ആനന്ദ് 7,000 രൂപ കൊടുത്തു അല്ലേ? അപ്പോൾ സച്ചിന് 7,000 രൂപ ക്യാഷ് കിട്ടിയതിൻ്റെ എൻട്രിയാണ് അടുത്ത് എഴുതേണ്ടത്. ഡേറ്റ് 1/1/15. സച്ചിന് 7,000 റുപ്പീസ് കിട്ടി. അപ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 7,000 ടു ആനന്ദ് അക്കൗണ്ട്. അത് കൊടുത്ത ആൾ ആനന്ദാണ്. അപ്പം ആനന്ദിന് 17,000 കൊടുക്കാനുണ്ടായിരുന്നതിൽ അത്രയും ബാധ്യത കുറഞ്ഞു അല്ലേ? അപ്പം ആ 17,000-ൽ നിന്ന് 10,000 കുറഞ്ഞു. അപ്പോൾ സൺഡ്രി ഡെറ്റർ എന്ന് പറയുന്ന അസറ്റ് 7,000-ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആനന്ദ് അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്തു. ഇനി അന്ന് തന്നെ ബാക്കി തുകയ്ക്ക് ബില്ല് ഡ്രൂ ചെയ്തിട്ടുണ്ട്. ബില്ല് ഡ്രൂ ചെയ്ത് ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് റിസീവ് ചെയ്തിട്ടുമുണ്ട്. അപ്പം ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് റിസീവ് ചെയ്തതിൻ്റെ എൻട്രിയാണ് അടുത്തതിന് എഴുതേണ്ടത്. അപ്പം ഡേറ്റ് 1/1/15 തന്നെ 10,000 രൂപയുടെയാണ് ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരേണ്ടത്? ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് അവിടെ വന്നിരിക്കുന്നത് 10,000-ൻ്റെയാണ്. അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 10,000 ടു ആനന്ദ് അക്കൗണ്ട് 10,000. അപ്പം ഇനി ആനന്ദ് 10,000 ആയിരുന്നു തരാനുണ്ടായിരുന്നത്. ആ 10,000 റുപ്പീസിൻ്റെ ബില്ല് തന്നത് കാരണം ആനന്ദിനെ നമ്മൾ സൺഡ്രി ഡെറ്റർ എന്നുള്ള പൊസിഷൻ ക്യാൻസൽ ചെയ്തതിന് വേണ്ടി ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. നോക്കിയേ, ഈ 2 എൻട്രിയിലും ആനന്ദ് അക്കൗണ്ട് കോമൺ ആണ്. നമുക്കിത് രണ്ടും കൂടി ഒരുമിച്ച് കോമ്പൗണ്ട് ചെയ്ത് ഇങ്ങനെ എഴുതിയാൽ മതി. കോമ്പൗണ്ട് ചെയ്ത് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതേണ്ടതാ? ക്യാഷ് ആയിട്ട് കിട്ടിയത് 7,000. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 7,000. ബില്ല് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് എത്ര രൂപയുടെ ബില്ലാണ്? 10,000-ൻ്റെ. അപ്പം ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 10,000 ടു ആനന്ദ് അക്കൗണ്ട് 17,000. ഇങ്ങനെ ഒരുമിച്ച് എഴുതിയാലും മതി. ഇനി എന്താ ചെയ്തിരിക്കുന്നത്? സച്ചിൻ ആ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്തു 9,500 രൂപ റിസീവ് ചെയ്തു എന്നല്ലേ പറയുന്നത്. അപ്പം അതിൻ്റെ എൻട്രി
അപ്പം ഇവിടെ ഡേറ്റ് പറയുന്നില്ല. അപ്പം ബില്ല് ഡ്രോ ചെയ്ത ഡേറ്റ് തന്നെ ഡിസ്കൗണ്ട് ചെയ്തതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ട് ഡേറ്റ് 1/1/15. ഇപ്പം ക്യാഷ് കിട്ടിയതാണ് 9500. അപ്പം ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് അത്രയും തുക ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്തേക്കൂല്ലേ. പിന്നെ 500 റുപ്പീസ് വരുന്നത് സച്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ, സച്ചിനെ സംബന്ധിച്ച് ദാറ്റ് ഈസ് എ ലോസ് ഓർ എക്സ്പെൻസ്. സോ അതുകൊണ്ട് ഡിസ്കൗണ്ട് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. 500 രൂപ ബാങ്ക് ഡിസ്കൗണ്ട് ഈടാക്കിയതാണ്. അത് ബില്ല് ഡ്രോ ചെയ്ത് ഈ ബില്ല് ഹോൾഡ് ചെയ്ത് ഡിസ്കൗണ്ട് ചെയ്യാൻ പോയ സച്ചിനെ സംബന്ധിച്ച് അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ലോസ് ആണ്. അതുകൊണ്ട് ഡിസ്കൗണ്ടിന് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. 2 ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. ഇനി സച്ചിൻ്റെ കയ്യിൽ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഉണ്ടോ? ഇല്ല. അത് എങ്ങോട്ടേക്ക് പോയി? ബാങ്കിൻ്റെ കയ്യിലേക്ക് പോയി. അതുകൊണ്ട് ബിൽസ് റിസീവബിളിന് എന്ത് ചെയ്തിരിക്കുന്നു? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ്, ഓൺ ഡ്യൂ ഡേറ്റ് ദ ബിൽ വാസ് ഡിസോണേഡ്. ഡ്യൂ ഡേറ്റ് ആയപ്പം ബില്ല് എന്തായിപ്പോയി? ഡിസോണർ ആയിപ്പോയി. ഇനി അടുത്ത് ഡിസോണറിൻ്റെ എൻട്രി ആണ് കൊടുക്കേണ്ടത്. ബില്ല് ഡിസോണർ ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ബില്ല് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് ആരാണോ അയാളെ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക, അല്ലേ? ഇവിടെ ബില്ല് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ആൾ ആനന്ദാണ്. ആനന്ദ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ആനന്ദിനെ വീണ്ടും നമ്മൾ സൺഡേ ഡെറ്റർ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അയാളുടെ ലൈബിലിറ്റി നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നു, അല്ലേ? പിന്നെ ടു ബാങ്ക് അക്കൗണ്ട്. ഇവിടെ ഡിസ്കൗണ്ട് ചെയ്ത ബില്ലായതുകൊണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് വന്നപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബില്ല് ഡിസോണർ ആയിപ്പോയി. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിന് ഇനി എന്ത് ചെയ്യുന്നു? 10,000 റുപ്പീസിന് ക്രെഡിറ്റും ചെയ്യുന്നു. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി 2015 മാർച്ചിലെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. അലി പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ₹30,000 ഫ്രം സ്റ്റീഫൻ ഓൺ 1st January 2015. 2015 ജനുവരി 1-ാം തീയതി അലി 30,000 രൂപയുടെ സാധനങ്ങൾ സ്റ്റീഫന്റെ പക്കൽ നിന്നും വാങ്ങിച്ചു. A bill was drawn for 3 months which was accepted by the drawee and returned to Stephen. ഒരു ബില്ല് ഡ്രോ ചെയ്തു. 3 മാസത്തെ കാലാവധിയായിരുന്നതിന് അത് ഡ്രോയി അക്സെപ്റ്റ് ചെയ്തു, തിരികെ ഡ്രോയറായ സ്റ്റീഫന് കൊടുത്തു. On the same day, the bill was discounted with the bank at the rate 12%. അതേ ദിവസം തന്നെ ഡ്രോയർ അത് എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു. ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷ് റിസീവ് ചെയ്തു. ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് ആണ് തന്നിരിക്കുന്നത് 12%. പാസ് ദ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ഡ്രോയർ ആൻഡ് ഡ്രോയി. ഡ്രോയുടെയും ബുക്കിൽ എൻട്രി എഴുതാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടുപേരുടെയും ബുക്കിൽ എൻട്രി എഴുതണം. നമുക്ക് ആദ്യം ഡ്രോയറുടെ ബുക്കിൽ എൻട്രി എഴുതാം. ഇവിടെ ഡ്രോയർ എന്ന് പറയുന്നത് ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്നത് സ്റ്റീഫനാണ് കടത്തിൽ സാധനങ്ങൾ വിറ്റിട്ടുള്ള ആൾ. അപ്പോൾ ഡേറ്റ് 1/1/15 അലിക്ക് കടത്തിൽ സാധനങ്ങൾ വിറ്റതിൻ്റെ എൻട്രി വേണമല്ലോ എഴുതാൻ. ഇങ്ങനെയാണ് വരുന്നത്. അലി അക്കൗണ്ട് ഡെറ്റർ 30,000 ടു സെയിൽസ് അക്കൗണ്ട്, അല്ലേ? അപ്പോൾ അലി കടത്തിൽ സാധനങ്ങൾ വിറ്റപ്പോൾ അലി എന്ന് പറയുന്ന സൺഡേ ഡെറ്റർ അസറ്റാണ് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ആണ് ഇൻക്രീസ് ചെയ്തത് കാരണം ക്രെഡിറ്റും ചെയ്തു. അതേ ദിവസം തന്നെ ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് റിസീവ് ചെയ്തതിൻ്റെ എൻട്രി. ബില്ലെന്ന് പറയുന്ന അസറ്റ് സ്റ്റീഫൻ്റെ കയ്യിലേക്ക് വരുന്നു. അതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ 30,000 രൂപയ്ക്ക് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ബില്ല് തന്ന അലിയെ എന്ത് ചെയ്തിരിക്കുന്നു? ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഇനി അലിയെ സൺഡേ ഡെറ്റർ എന്ന് വിളിക്കുന്നില്ല. അതുകൊണ്ട് അത് ക്രെഡിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇനി അതേ ദിവസം തന്നെ ഓൺ ദ സെയിം ഡേ ദ ബിൽ വാസ് ഡിസ്കൗണ്ടഡ് വിത്ത് ദി ബാങ്ക് അറ്റ് ദ റേറ്റ് 12%. ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് കണ്ടുപിടിക്കണം. റേറ്റ് എത്രയാണെന്നുള്ള റേറ്റ് അല്ലേ തന്നിരിക്കുന്നത്. അപ്പം ബില്ല് എമൗണ്ട് എന്ന് പറയുന്നത് 30,000 ആണ്. അപ്പം ഡിസ്കൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡിസ്കൗണ്ട് ഈക്വൽ ടു 30,000 ഇൻറ്റു പെർസെൻറ്റേജ് എത്രയാണ്? 12. അപ്പം 12/100 ഇൻറ്റു ഇനി എത്ര മാസം പിന്നെ ബില്ല് അപ്പോൾ അല്ലെങ്കിൽ എത്ര മാസം കഴിഞ്ഞാണ് ഇനി ബാങ്കിന് ക്യാഷ് കിട്ടുന്നത്, അത്രയും മാസത്തെയാണല്ലോ ഡിസ്കൗണ്ട് ഈടാക്കുന്നത്. ഇപ്പം ബില്ല് ഡ്രോ ചെയ്ത ഡേറ്റിൽ തന്നെ കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തു. ബില്ലിൻ്റെ കാലാവധി 3 മന്താണ്. അപ്പോൾ 3 മന്തിലേക്കാണ് ഡിസ്കൗണ്ട് ബാങ്ക് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 3/12 ഇടണം. അപ്പോൾ ചെയ്യുമ്പോൾ 900 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ് ക്യാഷായിട്ട് കിട്ടിയത്? 30,000ൻ്റെ ബില്ലാണ്. അപ്പം 29,100 ആണ് ക്യാഷായിട്ട് റിസീവ് ചെയ്തത്. 900 റുപ്പീസ് ഡിസ്കൗണ്ട് ആയിട്ട് ഈടാക്കിയിട്ടുണ്ട്. അപ്പം ജേർണൽ എൻട്രി എങ്ങനെ വരണം? ബാങ്ക് ഓർ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ 29,100, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ 900, ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് 30,000. ഇനി ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് ഇല്ലല്ലോ ഈ സ്റ്റീഫൻ്റെ കയ്യിൽ, അത് ബാങ്കിലേക്ക് പോയി. അതുകൊണ്ട് അതിനെ ക്രെഡിറ്റും ചെയ്തിരിക്കുന്നു.
ഇത്രയുമാണ് ഡ്രോയുടെ ബുക്കിലെ എൻട്രി ആയിട്ട് എഴുതേണ്ടത്. ഇനി ഡ്രോയുടെ ബുക്കിലെയും കൂടി എഴുതണം. ഡ്രോയുടെ ബുക്കിലെ എൻട്രി എന്ന് പറയുമ്പോൾ അവിടെ കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ 1/1/15 കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ എൻട്രി എങ്ങനെയാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 30,000 ടു സ്റ്റീഫൻ അക്കൗണ്ട് 30,000 അല്ലേ. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. ഈ അലിയെ സംബന്ധിച്ച് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. ഇനി സ്റ്റീഫൻ എന്ന് പറയുന്ന ആൾ അവിടെ ആരായി വന്നു? സൺട്രി ക്രെഡിറ്റർ. സ്റ്റീഫനോടുള്ള സ്റ്റീഫന് 30,000 രൂപ കൊടുക്കണം അലി അല്ലേ. അപ്പോൾ അവിടെ കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചത് കാരണം സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് 30,000 ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡേറ്റ് അതേ ഡേറ്റ് തന്നെ. സ്റ്റീഫൻ അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ബില്ലെന്ന് പറയുന്ന ആ ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലേ. അപ്പോൾ പുതിയൊരു ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു, ബിൽസ് പേയബിൾ. ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ബിൽസ് പേയബിളിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. ഈ സ്റ്റീഫന് ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് കാരണം സ്റ്റീഫനെ ഇനി സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്നില്ല. കാരണം അയാൾക്ക് നമ്മൾ ഇയാൾ അലി എന്ത് ചെയ്തു? ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് സ്റ്റീഫൻ്റെ സൺട്രി ക്രെഡിറ്റർ എന്ന് പറയുന്ന ആ പൊസിഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി സ്റ്റീഫൻ അക്കൗണ്ടിന് എന്ത് ചെയ്തിരിക്കുന്നു? ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ആദ്യം വാങ്ങിച്ചപ്പം നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ബില്ല് കൊടുത്ത സ്ഥിതിക്ക് സ്റ്റീഫനെ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്ത് സൺട്രി ക്രെഡിറ്റർ എന്നുള്ള ആ പൊസിഷൻ ക്യാൻസൽ ചെയ്തു. ഇനി എന്താണ്? സെയിം ഡേ ബിൽ വാസ് ഡിസ്കൗണ്ടഡ് വിത്ത് ദ ബാങ്ക് അറ്റ് ദ റേറ്റ് 12%. അപ്പോൾ ഇത്രയുമാണ് നമ്മളോട് എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇനി ഇവിടെ ഒരു എൻട്രിയും കൂടി എഴുതിയിട്ടുണ്ട്. അത് ബില്ല് മച്യൂരിറ്റി ഡേറ്റിൽ ഹോണർ ആയതിൻ്റെ എൻട്രിയാണ്. ഇങ്ങനെ ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത്രയും എഴുതിയെന്നാലും മതി. ഓരോ എൻട്രിക്ക് ഓരോ മാർക്ക് വെച്ചിട്ടാണ് 5 മാർക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ബില്ല് ഡ്യൂ ഡേറ്റിൽ മെറ്റായെന്നും കൂടി ഉണ്ടെങ്കിൽ എൻട്രി എങ്ങനെയാണ് വരേണ്ടത്? അലിയുടെ ബുക്കിൽ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ 30,000 ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് 30,000 അല്ലേ. അതായത് അലിയുടെ ബിൽസ് പേയബിൾ എന്ന് പറയുന്ന ലൈബിലിറ്റി അവിടെ കുറയും. കാരണം അയാൾ ക്യാഷ് കൊടുക്കുകയാണ്. അപ്പം ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് അവിടെ നിന്ന് പോകുന്നത് കാരണം ക്യാഷിന് എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റും ചെയ്യുന്നു. നരേഷൻ ബിൽ ഹോണേഡ് ഓൺ ഡ്യൂ ഡേറ്റ് എന്ന് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഡ്രോയുടെയും ബുക്കിൽ ഈ കേസിൽ എൻട്രി എഴുതേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2015 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. Record the following bill or transactions during the month of March 2014 in the books of drawer and drawing. രണ്ടുപേരുടെയും ബുക്കിൽ എൻട്രി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ട്രാൻസാക്ഷൻസ് 1/3/2012. അനു പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം ശശി ഫോർ ₹51,000. അനു ശശിയുടെ പക്കൽ നിന്നും 51,000 ഗുഡ്സ് പർച്ചേസ് ചെയ്തു. അതേ ഡേറ്റിൽ തന്നെ ബിൽ വാസ് ഡ്രോൺ ആൻഡ് അക്സെപ്റ്റഡ് ഫോർ ദി എബവ് എമൗണ്ട്. ആ എമൗണ്ടിൻ്റെ ബില്ല് ഡ്രോ ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. 4/3/2012 ബിൽ വാസ് എൻഡോഴ്സ്ഡ് ടു മിസ്റ്റർ തോമസ്. ഇവിടെ ബില്ല് എന്ത് ചെയ്തിരിക്കുകയാണ്? തോമസിന് എൻഡോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഓൺ ദ ഡ്യൂ ഡേറ്റ് ദ ബിൽ ഈസ് ഡിസോണർ. ഡ്യൂ ഡേറ്റ് ആയപ്പം ബില്ല് ഡിസോണർ ആകുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കേസിൽ ഡ്രോയുടെയും ബുക്കിൽ എൻട്രി എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ബില്ല് ഡ്രോ ചെയ്തിരിക്കുന്ന ആൾ ശശിയാണ്. അപ്പം ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്ക് ഓഫ് ശശി 1/3/12 കടത്തിൽ സാധനങ്ങൾ വിറ്റതിൻ്റെ എൻട്രി എങ്ങനെയാണ്? അനുവിനാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അനു എന്ന് പറയുന്ന സൺട്രി ഡെറ്റർ അസറ്റാണ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. സെയിൽസ് ഇൻകം ആയതുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എൻട്രി അനു അക്കൗണ്ട് ഡെറ്റർ 51,000 ടു സെയിൽസ് അക്കൗണ്ട് 51,000. ഇനി അതേ ഡേറ്റിൽ തന്നെ ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ ശശിയെ സംബന്ധിച്ച് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് വരുന്നു. അതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ 51,000 ടു അനു അക്കൗണ്ട് 51,000. ബില്ല് തന്നത് കാരണം അനുവിൻ്റെ സൺട്രി ഡെറ്റർ എന്ന് പറഞ്ഞ പൊസിഷൻ ക്യാൻസൽ ചെയ്യുന്നു, ക്രെഡിറ്റ് കൊടുത്ത്. ഇനി 4/3/12 ആ ബില്ല് ശശി തോമസിനെ എൻഡോഴ്സ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം ശശി തോമസിന് ക്യാഷ് കൊടുക്കാനുണ്ടായിരുന്നു. അതായത് ശശിയുടെ ക്രെഡിറ്ററാണ് ഈ തോമസ്. ആ തോമസിന് എന്ത് ചെയ്യുന്നു? ഈ ബില്ല് അധികാരപ്പെടുത്തി കൈമാറുകയല്ലേ ചെയ്യുന്നത്. അപ്പം എന്താണ്? അപ്പം തോമസിൻ്റെ കയ്യിലേക്ക് ബില്ല് ചെല്ലുകയാണ്. അപ്പം ശശിയുടെ പക്കൽ നിന്നും ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് അവിടെ പോവുകയാണ്. അതിപ്പോൾ തോമസിൻ്റെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. അപ്പം ബിൽസ് റിസീവബിൾ ഇവിടെ ആ അസറ്റ് കുറയുന്നത് കാരണം ബിൽസ് റിസീവബിളിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ അതേ സമയം തോമസിനോടുള്ള ലയബിലിറ്റി അവിടെ കുറയുന്നു. അതായത് തോമസിനെ ഇനി സൺട്രി ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നില്ല.
കാരണം എന്താണ്, അയാൾക്ക് എന്ത് കൊടുത്തു, ബില്ല് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി സൺഡ്രി ക്രെഡിറ്റർ എന്ന് തോമസിനെ വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സൺഡ്രി ക്രെഡിറ്ററായിട്ട് കാണിച്ചുകൊണ്ട് തോമസിനെ നേരത്തെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ പൊസിഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി തോമസ് അക്കൗണ്ടിന് എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. കാരണം അയാൾക്ക് എന്ത് കൊടുത്തു, ഈ ബില്ല് കൊടുത്തല്ലോ, അതുകൊണ്ട്. അപ്പോൾ തോമസ് അക്കൗണ്ട് ഡെറ്റർ 51,000 ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട് 51,000 എന്ന് എൻട്രി വേണം. എൻഡോഴ്സ് ചെയ്ത ബില്ലാണ്. അപ്പം ബിൽ എൻഡോഴ്സ്ഡ് എന്ന് നരേഷൻ കൊടുക്കാം. അത്രയുമേ ഉള്ളൂ. ഇനി ഡ്രോയിയുടെ ബുക്കിൽ, ഡ്രോയി എന്ന് പറയുന്നത് ഇവിടെ അനുവാണ്. അപ്പം ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അനു. അനുവിനെ സംബന്ധിച്ച കടത്തിലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ 1/3/12 പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റിൻ്റെ എൻട്രി കൊടുക്കുക. എന്താണ്, പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 51,000 ടു ശശി അക്കൗണ്ട് 51,000. അപ്പോൾ ഇവിടെ പർച്ചേസ് എന്ന് പറയുന്നത് അനുവിനെ സംബന്ധിച്ച എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് പർച്ചേസ് ആയതുകൊണ്ട് സൺഡ്രി ക്രെഡിറ്റ് എന്ന് പറയുന്ന ലയബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ട് കടത്തിൽ വാങ്ങിച്ചിരിക്കുന്ന ശശിയാണ്. അപ്പോൾ ശശി അക്കൗണ്ടിനെ ക്രെഡിറ്റും ചെയ്തു. അതേ ദിവസം ബില്ലിൻ്റെ ആക്സെപ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ എൻട്രി 1/3/12 ബില്ല് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി നമ്മൾ ശശിയെ സൺഡ്രി ക്രെഡിറ്റ് എന്ന് വിളിക്കുന്നില്ല. അപ്പോൾ ശശിയുടെ സൺഡ്രി ക്രെഡിറ്റ് എന്ന് പറഞ്ഞ പൊസിഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശശിയെ 51,000 രൂപയ്ക്ക് തിരിച്ച് ഡെബിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ശശി അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. കാരണം എന്താ, അനു ബില്ല് കൊടുത്തു അല്ലേ, ശശിക്ക് ബില്ല് കൊടുക്കുന്നു. അപ്പം ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്തു. കറസ്പോണ്ടിങ് ആയിട്ട് സൺഡ്രി ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ലയബിലിറ്റി അവിടെ ഡിക്രീസും ചെയ്തു. ഇനി ആ ബില്ല് മച്യൂരിറ്റി ഡേറ്റിൽ മെറ്റായി എന്നാണ് പറയുന്നത്. അതായത് മച്യൂരിറ്റി ഡേറ്റിൽ അനു ശശിക്ക് ക്യാഷ് കൊടുക്കുന്നു അല്ലേ. അപ്പോഴെങ്ങനെയാണ്, മച്യൂരിറ്റി ഡേറ്റ് 4/3/12 ആണ്. അപ്പോൾ അനുവിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലയബിലിറ്റി കുറയുന്നു, ബിൽസ് പേയബിൾ. ഇനി ബിൽസ് പേയബിൾ ഇല്ല, അതിലെ ക്യാഷ് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യണം, ബിൽസ് പേയബിൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ബിൽ മെറ്റ് ഓൺ മച്യൂരിറ്റി എന്ന് നരേഷനും കൊടുക്കുന്നു. ഇതും ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസിയാണ്. ഇപ്പോൾ രണ്ടുപേരുടെയും ബുക്കിൽ എൻട്രി അവിടെ എഴുതി കൊടുക്കണം. ഇനി 2014 മാർച്ചിലെ ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. ദി ഡ്രോയർ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഓൾവേസ് ദി ഡാഷ്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രോയർ എപ്പോഴും ആരായിരിക്കും, ഡെപ്റ്റർ ആണോ ബില്ല് ഡ്രോ ചെയ്യുന്നത്? അതായത് കടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളാണോ? അല്ല. എൻഡോഴ്സർ ആണോ? അല്ല. ക്രെഡിറ്റർ? യെസ്, ക്രെഡിറ്റർ ആണ് അല്ലേ. അതായത് കടത്തിൽ സാധനങ്ങൾ വിൽക്കുന്ന ആളാണ് ബില്ല് ഡ്രോ ചെയ്യുന്ന ആൾ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ക്രെഡിറ്റർ ആണ്. പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉടമയാണ്. ഉടമയല്ല, ഇവിടെ കറക്റ്റ് ആൻസർ ക്രെഡിറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൺ 1st January 2013 A sold goods to B for ₹2,000 and on the same day A drew upon B a bill of ₹2,000 for 3 months. 2013 ജനുവരി 1-ാം തീയതി എ ബിക്ക് 2,000 രൂപയുടെ സാധനങ്ങൾ കടത്തിൽ വിറ്റു. അതേ ദിവസം തന്നെ ബില്ല് ഡ്രോ ചെയ്തു. 2,000 രൂപയുടെ ബില്ലിൻ്റെ കാലാവധി 3 months ആണ്. On 6th January 2013 the bill was discounted and received ₹1,800. അപ്പോൾ ജനുവരി 6 ആയപ്പോഴത്തേക്കും ബില്ല് ഡ്രോ ചെയ്ത് 1-ാം തീയതിയാണ്. ജനുവരി 6-ാം തീയതി ആയപ്പോഴത്തേക്കിനും ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്ത് 1,800 രൂപ റിസീവ് ചെയ്തു. ഓൺ ദ ഡ്യൂ ഡേറ്റ് ദ ബിൽ ഹാസ് ബീൻ ഡിസോണേഡ്. ഡ്യൂ ഡേറ്റ് ആയപ്പോഴത്തേക്കിനും ബില്ല് ഡിസോണർ ആയിപ്പോയി. ഡ്രോ ഓഫ് ജേർണൽ എൻട്രി ഇൻ ദ ഡ്രോയേഴ്സ് ബുക്ക്. ഡ്രോയറുടെ ബുക്കിലെ എൻട്രി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് വുഡ് ബി ദ എൻട്രി ഹൗ ബീൻ ഹാഡ് ദ ബാങ്കർ സ്പെൻഡ് ₹100 ഫോർ നോട്ടിംഗ് ബില്ല്. അപ്പോൾ ഈ ബില്ല് ഡിസോണറായി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം ആ കേസിൽ ബാങ്ക് നോട്ടിംഗ് ചാർജായിട്ട് 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ എൻട്രി കൊടുക്കണമെന്നും കൂടി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം 4 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം വായിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്യുക. ഇനി സ്റ്റെപ്പായിട്ട് എൻട്രി എഴുതി പോരുക. ഇപ്പോൾ കടത്തിൽ സാധനങ്ങൾ വിറ്റതിൻ്റെ എൻട്രി 1/1/13 സോൾഡ് ഗുഡ്സ് ടു ബി, അതിൻ്റെ എൻട്രി. അപ്പം എങ്ങനെയാണ്? ബീസ് അക്കൗണ്ട് ഡെറ്റർ 2,000 ടു സെയിൽസ് അക്കൗണ്ട് അല്ലേ. ബി എന്ന് പറയുന്ന സൺഡ്രി ഡെറ്റർ അസറ്റാണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഡെബിറ്റ് ചെയ്തു. സെയിൽസ് ഇൻകം ആണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ട് ക്രെഡിറ്റ് ചെയ്തു. ഇനി ബില്ലിൻ്റെ അക്സെപ്റ്റൻസ് കിട്ടിയതിൻ്റെ എൻട്രി. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന അസറ്റ് എയുടെ കയ്യിലേക്ക് വരുന്നു. അതുകൊണ്ട് ബിൽസ് റിസീവബിൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു ₹2,000 ടു ബീസ് അക്കൗണ്ട്. ബി ആണ്
ബില്ല് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ബി എ ഇനി സൺഡേ ഡെറ്റ് എന്ന് പറയുന്നില്ല. സൺഡേ ഡെറ്റ് എന്ന അസറ്റ് അവിടെ ക്യാൻസൽ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടിയിട്ട് ക്രെഡിറ്റും ചെയ്തിരിക്കുന്നു. ഇനി എന്ത് ചെയ്യുന്നു? 6/1/2013 ആ ബില്ല് കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഡിസ്കൗണ്ട് ചെയ്യുന്നു. അപ്പം ഡിസ്കൗണ്ട് ചെയ്ത് ക്യാഷായിട്ട് കിട്ടുന്നത് 1800 രൂപയാണ്. ഇവിടെ 6/1/13 കേട്ടോ. അപ്പം ബാക്കി 200 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് ഡിസ്കൗണ്ട് ചാർജ് ചെയ്തിരിക്കുന്നതാണ്. അത് എയെ സംബന്ധിച്ച് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ഡിസ്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. കിട്ടിയ ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആണ്. അതുകൊണ്ട് അതിനെ അസറ്റ് ഇൻക്രീസ് ചെയ്താണ് അതിനെയും ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ടു ബിൽസ് റിസീവബിൾ അക്കൗണ്ട്. അപ്പം ഇനി എയുടെ കയ്യിൽ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞ അസറ്റ് ഇല്ല. അതുകൊണ്ട് അതിനെ അസറ്റ് കുറഞ്ഞത് കാരണം അതിനെ ക്രെഡിറ്റ് ചെയ്തേക്കുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത് ബാങ്ക് ആ ബില്ല് ഡിസോണർ ആയിപ്പോയി. ബാങ്ക് നോട്ടിംഗ് ചാർജായിട്ട് 100 രൂപ കൊടുത്തതിൻ്റെയും കൂടി എൻട്രി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബില്ല് ഡിസോണർ ആയതിൻ്റെയും നോട്ടിംഗ് ചാർജിൻ്റെയും കൂടെ ചേർത്ത് നമുക്ക് ഒറ്റ എൻട്രി അങ്ങോട്ട് എഴുതാം. അപ്പം ഡ്യൂ ഡേറ്റ് ആണ്. അപ്പം ഡ്യൂ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡ്യൂ ഡേറ്റ് എന്ന് പറയുമ്പം January 1 ഡ്രോ ചെയ്തത് 3 മന്താണ്. February 1, March 1, April 1 പ്ലസ് 3 ഡേയ്സ് എന്ന് പറയുമ്പോൾ എത്രയാണ്? April 4. 4/4/13 ബില്ല് ഡിസോണർ ആയതിൻ്റെ നോട്ടിംഗ് ചാർജ് കൊടുത്തതിൻ്റെ ഇവിടെ ബാങ്കാണ് നോട്ടിംഗ് ചാർജ് കൊടുക്കുന്നത്. പക്ഷേ അത് ബാങ്ക് അത് എന്ത് ചെയ്യും? ബില്ല് ഡ്രോ ചെയ്ത ആളുടെ കയ്യിൽ നിന്നാണ് ബാങ്ക് വാങ്ങിക്കുന്നത്. ഡ്രോയർ അത് ഡ്രോയിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുക്കും. അങ്ങനെയാണല്ലോ നോട്ടിങ്ങിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇനി ബി എത്ര രൂപ മൊത്തം തരാനുണ്ട്? ബിൽ തുകയായ 2000 പ്ലസ് 100 ആയ 2100 റുപ്പീസ് ആര് തരണം? ഇവിടെ ബി തരണം അല്ലേ? അപ്പോൾ ബീസ് അക്കൗണ്ട് ഡെറ്റർ. അപ്പം ബി ഇനി എത്ര രൂപയ്ക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? 2100 രൂപയ്ക്ക് അല്ലേ? ഇപ്പം ബി എന്ന് പറയുന്നത് ഇനിയും പൈസ എക്ക് തരാനുള്ള ആളാണ്. സൺഡേ ഡെറ്റർ ആണ്. അപ്പം അതുകൊണ്ട് അത്രയും അസറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് അതിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഓർക്കണം, ഡിസോണറായ ബിൽ എമൗണ്ടും ഈ നോട്ടിംഗ് ചാർജൂടെ വാങ്ങിക്കണം. അപ്പോൾ 2100 വേണം എമൗണ്ട് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഡിസോണറായി നമുക്ക് ഇവിടെ 1800 രൂപ ബാങ്കിൽ നിന്ന് വാങ്ങിച്ചെടുത്തായിരുന്നു അല്ലേ? അപ്പം വീണ്ടും ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് അവിടെ കുറയുന്നു ബില്ല് ഡിസോണറായ സ്ഥിതിക്ക്. അപ്പം ബിൽ തുകയും ഈ നോട്ടിംഗ് ചാർജായ 100 കൂടി ചേർത്ത് 2100 രൂപയായിരിക്കും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറയാൻ പോകുന്നത്. അപ്പം ടു ബാങ്ക് അക്കൗണ്ട് എന്നും പറഞ്ഞ് 2100 രൂപ ക്രെഡിറ്റും ചെയ്തിരിക്കുന്നു. അപ്പം ബിൽസ് ഡിസോണേഡ് ആൻഡ് ബാങ്ക് പേയ്ഡ് നോട്ടിംഗ് ചാർജ്. ബില്ല് ഡിസോണർ ആയതിൻ്റെയും നോട്ടിംഗ് ചാർജ് ബാങ്ക് കൊടുത്തതിൻ്റെയും ഒറ്റ എൻട്രി അങ്ങ് എഴുതിയാൽ മതി. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇനി ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എ ബിൽ ഈസ് ഡ്രോൺ ഓൺ 12th May 2013 പേയബിൾ ആഫ്റ്റർ 3 months. 2013 May 12 ഒരു ബില്ല് ഡ്രോ ചെയ്യുന്നു. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 3 months ആണ്. ദ ബിൽ വുഡ് ബി ഡ്യൂ ഓൺ ഡാഷ്. ആ ബില്ല് ഡ്യൂ ആവുന്ന അല്ലെങ്കിൽ മച്യൂർ ആവുന്ന ഡേറ്റ് ഏതാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 15th August 2013 ആണോ, 14th August 2013 ആണോ, 16th August 2013 ആണോ, 14th July 2013 ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പം നോക്കിക്കേ, ബില്ല് ഡ്രോ ചെയ്ത ഡേറ്റ് 2013 May 12 ആണ്. അപ്പം May 12 പ്ലസ് 3 months പ്ലസ് 3 days അല്ലേ? അപ്പം May 12 കഴിയുമ്പോൾ June 12, July 12, August 12 ഇപ്പം 3 months ആയി. പ്ലസ് 3 days എന്ന് പറയുമ്പോൾ എത്രയാണ്? August 15 ആണ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ വരുന്നത്. പക്ഷേ August 15 ആണ് ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. കാരണം എന്താ? ഈ August 15 എന്ന് പറയുന്നത് ഒരു നാഷണൽ ഹോളിഡേ ആണ് അല്ലേ? നമുക്കറിയാം ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അന്ന് പബ്ലിക് ഹോളിഡേ ആണ്. അങ്ങനെ മച്യൂരിറ്റി ഡേറ്റ് ഒരു പബ്ലിക് ഹോളിഡേ ആയിട്ട് വന്നാൽ ഏതാണ് ഡ്യൂ ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടത്? നേരത്തെ പറഞ്ഞു തന്നിട്ടുള്ള ഓർക്കുന്നുണ്ടോ? അതിൻ്റെ തൊട്ട് മുൻപുള്ള പ്രീവിയസ് ഡേ ആണ് മച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം അത് ഹോളിഡേ ആണെന്ന് നേരത്തെ അറിയാമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഏതായിരിക്കും ഇതിൻ്റെ അകത്ത് മച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് വരുന്നത്? August 14 അല്ലേ? 14 August 2013 ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? ഇതൊരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട്. എന്നാൽ ഒരു ഡിക്ലെയർഡ് ഹോളിഡേ ആയിരുന്നുവെങ്കിൽ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു അവധിയാണെന്ന് മുൻകൂട്ടി അറിയത്തില്ല. പെട്ടെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു അവധിയാണെങ്കിൽ ആ അവധി കഴിഞ്ഞ് വരുന്ന അതിന് ശേഷമുള്ള ഡേറ്റ് ആയിരിക്കും എന്തായിട്ട് വരുന്നത്? മച്യൂരിറ്റി ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു കാര്യം ഓർത്തിരുന്നോളൂ, 1 മാർക്കിനൊക്കെ ചോദിക്കാം.
ഇപ്പം നമ്മൾ ഏകദേശം ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ. ഇപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നൊരു മോഡൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടു അധികം ക്വസ്റ്റ്യനും ചോദിച്ചിരിക്കുന്നത് ബില്ല് ഡ്രോ ചെയ്യുന്നു, അക്സെപ്റ്റൻസ് കൊടുക്കുന്നു, ഡിസ്കൗണ്ട് ചെയ്യുന്നു, ഒന്നുകിൽ ഓണർ ആകുന്നു അല്ലെങ്കിൽ ഡിസോണർ ആകുന്നു. ഇതാണ് മിക്കവാറും വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തങ്ങ് പഠിക്കുക. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ മുഴുവൻ മാർക്കും വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതോടുകൂടി ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക്